കഴിഞ്ഞ ദിവസം വിവരക്കേട് വിളിച്ചു പറഞ്ഞു ഒ അബ്ദുള്ള എന്ന് പറഞ്ഞൊരു അമ്മാവനെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ തന്നെ കണ്ടം വഴി ഓടിക്കുന്ന രീതിയിൽ ചില വിമർശനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വിമർശനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റാക്കി എടുക്കുന്നത്. ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിപ്പോയി. ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ പറയുകയാണ്, ശബരിമലയിൽ പോയി മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തിയിരുന്നു. നമ്മളെല്ലാവരും വാർത്തകൾ കാണാൻ നേരത്തെ എന്താണ് അത് പരസ്പര സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഒരു രീതിയിലാണ് നമ്മളത് കണ്ടത്. അമ്മാവൻ കണ്ടത് വർഗീയതയായിട്ടാണ്. അമ്മാവന് കുരുപൊട്ടി. അപ്പം മമ്മൂട്ടി ഇത് അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയെങ്കിൽ, മമ്മൂട്ടി അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിംസിനോട് മമ്മൂട്ടി മാപ്പ് ചോദിക്കണം എന്നുള്ള രീതിയിലാണ് ഒ അബ്ദുള്ള, ഷേഖ് അബ്ദുള്ള അല്ല ഒ അബ്ദുള്ള ഒരു വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞത്. സമയമാണ് നമ്മുടെ നാട്ടിലെ പല അമ്പലങ്ങളുടെ മുറ്റത്ത് നോമ്പ് തുറക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന ക്ഷേത്ര കമ്മിറ്റികളുള്ള നാട്ടിലാണ് ഇതുപോലുള്ള വിവരക്കേടൊക്കെ ഒ അബ്ദുള്ള പോലുള്ള ആൾക്കാരൊക്കെ വിളിച്ചു പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അന്നേരം നമ്മൾ കേരള സ്റ്റോറി എന്ന് പറയും, മതേതരം പൂത്തൊലയുന്നു എന്ന് പറയും. തിരിച്ച് മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ഒരു അമ്പലത്തിൽ പോയി ശബരിമല ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് എഴുതിയപ്പോൾ അത് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതും കേരളത്തിലെ മുസ്ലിംസിനോടൊക്കെ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡയലോഗ് അടിയൊന്നും വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് അമ്പലത്തിന് മുമ്പിൽ ഈ നോമ്പ് തുറക്കി സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നാണ് വിചാരം. ചുമ്മാ ഇതുപോലുള്ള ഡയലോഗ് അടിക്കാരാണ് സത്യത്തിൽ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്നത്. ഇമാതിരി ടീംസിനെ അതാത് കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ കൃത്യമായ രീതിയിൽ വിമർശിച്ചില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരും. എന്തായാലും ഞാൻ കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കുറേ ആൾക്കാർ കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതേ കമ്മ്യൂണിറ്റി പെടുന്ന ഒ അബ്ദുള്ളയുടെ, ഷേഖ് അബ്ദുള്ള അല്ല ഒ അബ്ദുള്ളയുടെ, സീറോ അബ്ദുള്ളയുടെ അതേ കമ്മ്യൂണിറ്റി പെടുന്ന കുറച്ച് ആൾക്കാർ നല്ല പച്ചയ്ക്ക് പുള്ളിക്കാരന് കുറച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തൂടെ പറയുന്നത്. സഹീർ എന്ന് പറയുന്നൊരു വ്യക്തി ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. വിറപ്പിരുന്ന് വാങ്ങുന്ന മതമാക്കി ഇസ്ലാം മതത്തെ മാറ്റിയത് ഇയാളെ പോലെ ഉള്ളകളാണ്. ഇതുപോലെ ഒരു നാറിയ വർത്തമാനം ഈ നൂറ്റാണ്ടിൽ കേട്ട് കാണില്ല. അധിക പ്രസംഗം മാത്രം അല്ലിത്, മുന്തിയ വർഗീയ പ്രസംഗം കൂടിയാണ്. മനുഷ്യർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒട്ടനവധി വഴികൾ ഉണ്ട്. തനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി വിശ്വാസിയായ ഒരാൾ പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിപ്പിക്കുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ മനുഷ്യർ തമ്മിലുള്ള പ്രകടമായ സ്നേഹത്തിൻ്റെ വഴികളാണ്. അത് കണ്ട് മനുഷ്യരായ എല്ലാവർക്കും ഉള്ള് നിറഞ്ഞിട്ടുണ്ട്, കണ്ണ് നനഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ദുർബുദ്ധികൾക്ക് അതത്ര രസിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തോട് മാപ്പ് പറഞ്ഞ് തൗബ ചെയ്യണം പോലും. പിന്നെ ഇയാൾ പറയുന്നതും കേട്ട് അതിന് വരാനിരിക്കുകയല്ലേ. എത്ര ചീഞ്ഞ മനസ്സാണ് വിശ്വാസി എന്ന് അഹങ്കരിക്കുന്ന ഇയാൾക്ക് എന്ന് നോക്കൂ. എന്തിനാണ് പടച്ചോനെ ഇത്തരം ദുരന്തങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യരെ പരീക്ഷിക്കുന്നത്? ഒ അബ്ദുള്ള, നിങ്ങൾ തുപ്പിയ ഈ വെറുപ്പിന് സമൂഹത്തോട് മാപ്പ് പറയേണ്ടത് നിങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സംഭവം ആ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ തന്നെ പച്ചയ്ക്ക് പുള്ളിക്കാരനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. റുബീന അറക്കൽ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിനകത്ത് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഒ അബ്ദുള്ള, മിസ്റ്റർ മമ്മൂട്ടി അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയായാലും അതിൽ താങ്കൾ വ്യാകുലപ്പെടേണ്ടതില്ല. പിന്നെ മുസ്ലിം സമുദായത്തോട് മാപ്പ്, അതിനുള്ള ചങ്കുറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് പറയിപ്പിക്കുക. മുസ്ലിം സമുദായം നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നിങ്ങളുടെ സമുദായം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചത്. പോസ്റ്റ് കാണുന്ന മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാ ഇതര മതസ്ഥരും നമ്മുടെ ഇക്കയ്ക്ക് ആയുരാരോഗ്യ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ അമ്പലത്തിലും പള്ളികളിലും പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഇയാളുടെ വർഗീയതയ്ക്ക് മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നിസാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പോസ്റ്റിങ്ങിനാണ്. എൻ്റെ അബ്ദുള്ള കാക്ക നാറ്റിക്കരുത് പ്ലീസ്. അവർ എങ്ങനെ ചെയ്യണം എന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ചോളും. വെറുതെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി കളിക്കല്ലേ. സമുദായ ഉപദേശകരെ തട്ടിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. ഒ അബ്ദുള്ള കേരള പൊതുസമൂഹത്തോട് ഒന്നടങ്കം മാപ്പ് പറയണം. ഒ അബ്ദുള്ളയ്ക്ക് നേരെ അതേ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരുടെ കമൻസാണ് നമ്മൾ കേട്ടത്. നമ്മളിത് കാണാൻ നേരം നമ്മൾ ഓപ്പണായിട്ട് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള വിവരക്കേടുകൾ അമ്മാവന്മാർക്കെതിരെയൊക്കെ പ്രതികരിക്കേണ്ടത്. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ഒരു അമ്പലത്തിൽ ഒരു വഴിപാട് നടത്തി എന്നൊക്കെ പേരിലൊക്കെ ഇങ്ങനെ പച്ച വർഗീയതയൊക്കെ വിളിച്ചു പറയാം. പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു തരത്തിൽ മറ്റേ ടീമാണെന്ന്. പുള്ളി വേറെ ടീമാണ്, മനസ്സിലായില്ലേ? അല്ല, ഇതിന് പെയിൻ്റ് അടിക്കുന്ന ടീമാണ്. അപ്പോൾ ഇതുപോലുള്ള ടീമുകളെയൊക്കെ തള്ളിപ്പറണ്ട് അതായത് കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരാണ്. അവരൊക്കെ കൃത്യമായ രീതിയിൽ കമൻറ്റ് ബോക്സൊക്കെ പൂട്ടിയിട്ട് അല്ലെങ്കിൽ ആ പോസ്റ്റ് തന്നെ മുക്കിയിട്ട് അമ്മാവൻ ഓടിയിട്ടുണ്ട്. എൻ്റെ പൊന്നമ്മാവ, ഇതുപോലെ വിവരക്കേട് നാട്ടിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിവരം അറിയും. ബാക്കിയുള്ള മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ കൂടി അമ്മാവൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ഇപ്പോൾ അമ്പലത്തിന് മുമ്പിൽ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇമാതിരി അമ്മാവന്മാർ വിവരക്കേട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും വിചാരിക്കും നിങ്ങളിൽ ചില ആൾക്കാരെങ്കിലും ഇങ്ങനെയാണെന്ന്. അപ്പം കൃത്യമായ രീതിയിൽ അതേ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ നല്ല ചുട്ട മറുപടി പറഞ്ഞ് അമ്മാവനെ കണ്ടം വഴിയല്ല വേറെ പല വഴി ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓടിയ വഴി പുല്ല് കളിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും നമുക്ക് ഒ അബ്ദുള്ള നമുക്ക് വേറെ ഭാഷയിലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നല്ല അർത്ഥത്തിൽ ഒ അബ്ദുള്ള സാർ എന്നൊന്ന് കമൻറ്റ് ചെയ്തത് നന്നായിരിക്കും. ഒ അബ്ദുള്ള സാർ എന്ന് അതൊരു പേജ് കാണുന്നത് ഫോളോ ചെയ്യുക.